ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിന്റെ സീസൺ 2-ലെ 5-ാമത്തെ എപ്പിസോഡാണ്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് രാത്രിയായി കിടക്കുന്ന എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടെൻഗൺ. അവിടെ ഉണ്ടായിരുന്ന ഡീമണെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റൂമിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ അതാ ഒരു ലേഡിയെ കെട്ടിയിട്ടിരിക്കുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ടെൻഗന്റെ ഭാര്യയായിട്ടുള്ള ഇനോട്സു ആയിരുന്നു. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇനോട്സു ടെൻഗനോട് പറയുന്നു. ഇത് കേട്ട് ടെൻഗൻ അതൊന്നും കുഴപ്പമില്ല, ഉയരാൻ ഭാരബഹിമിയാണ് ഡീമൺ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യാത്ത പോലെ ഞാൻ അവിടെ അഭിനയിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇതേ സമയം ആ ഡീമൺ എനിക്ക് ഒരു ബെൽറ്റ് തന്നിരുന്നു. ആ ബെൽറ്റ് ഒരു സ്പൈ ആണെന്ന് ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചില്ല. ഞാൻ അവളെ നിരീക്ഷിക്കാൻ വന്നതാണെന്ന് അവൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബെൽറ്റ് എന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കെട്ടിയിട്ടു. ഇത് കേട്ട് ടെൻഗൻ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, നീ ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, നീ ഇപ്പൊ ഓക്കെ അല്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഞാനിപ്പോ ഓക്കെയാണ്, നീ എന്നോട് പ്രോമിസ് ചെയ്യ്, നിനക്കൊന്നും തന്നെ പറ്റാത്ത പോലെ നീ നിന്നെ തന്നെ നോക്കുമെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്യുമെന്ന് ടെൻഗനോട് തന്റെ ഭാര്യ പറയുന്നു. ഇത് കേട്ട് ടെൻഗൻ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യുന്നു, എനിക്കൊന്നും തന്നെ പറ്റില്ല. പിന്നെ നിനക്കിപ്പോ ആന്റിഡോട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ക്ഷീണമൊക്കെ ഇപ്പൊ മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും നീ രക്ഷപ്പെട്ടോളണം. ഞാൻ ആ ഡീമണെ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ് ടെൻഗൻ. അങ്ങനെ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടെൻഗന്റെ ചെവിയിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. ടെൻഗൻ ആ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് പോകുന്നു. നോക്കുന്ന സമയത്ത് അത് ഭൂമിക്കടിയിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. ടെൻഗൻ മനസ്സിലാവുന്നു ഒരു പക്ഷേ ഡീമൺ ഭൂമിക്കടിയിലായിരിക്കും. ടെൻഗൻ തന്റെ സ്വാഡ് എടുക്കുന്നു. സൗണ്ട് ബ്രീത്തിങ് ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞ് തന്റെ വാൾ ഉപയോഗിച്ച് ആഞ്ഞ് ഭൂമിയിലോട്ട് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അവിടെ വലിയ രീതിക്ക് ഒരു സ്ഫോടനം തന്നെ നടക്കുന്നു. ടെൻഗൻ യൂസി ഒരു സൗണ്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇതേ സമയം ടാഞ്ചറോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഡീമൺ ഈ ശബ്ദം കേൾക്കുന്നു. എന്താണ് ആ ശബ്ദം? ഇനിയും എത്ര പേര് വന്നിട്ടുണ്ടാ നിന്റെ കൂടെ എന്ന് ടാഞ്ചറോട് ചോദിക്കുന്നു. ഇത് കേട്ട ടാഞ്ചറോ അതൊന്നും നീ അറിയണ്ട, ഇവിടെ നിന്ന് പോകുമ്പോ നിന്നെ കൊന്നിട്ടേ പോകൂ. ഇത് കേട്ട ആ ഡീമൺ നീ സത്യം പറഞ്ഞാ ഒരു പക്ഷെ ഞാൻ വേണമെങ്കിൽ നിന്നെ വെറുതെ വിടാം, നീ നിന്റെ ആ സോഡിലോട്ട് തന്നെ ഒന്ന് നോക്ക്, അത് എന്തുമാത്രം കേട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു മണ്ടൻ സോഡ് ഉണ്ടാക്കി തന്ന ആള് എന്തായാലും ഒരു മണ്ടനായിരിക്കുമെന്ന് ആ ഡീമൺ ടാഞ്ചറോട് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചറോ തന്റെ സോഡിലോട്ട് നോക്കിയിട്ട് പറയുന്നു ഒരിക്കലും ഈ സോഡ് ഉണ്ടാക്കി തന്ന ഒരാൾ മണ്ടനല്ല, പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് എന്നെ അറിയാമെന്ന് ടാഞ്ചറോ പറയുന്ന സമയത്ത് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. ഇവനുമായിട്ട് സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഇവനെ ആദ്യം അങ്ങ് തീർത്ത് കളഞ്ഞിട്ട് ആ ശബ്ദം ഉണ്ടാക്കുന്നവന്റെ അടുത്ത് പോയി അവനെ അങ്ങ് തീർത്ത് കളയാന്ന് ആ ഡീമൺ വിചാരിക്കുന്നു. എന്നിട്ടേ സമയം തന്നെ ടാഞ്ചറോ ഇതൊരു അപ്പർ മൂൺ 6 ഡീമൺ ആണ്, എനിക്ക് ഇവളെ തോൽപ്പിക്കാൻ പറ്റണമെന്നില്ല, എന്നെ കൊണ്ട് ടോമിയാക്കോന്റെ പോലെയോ ഉറോക്കഡാക്കിയുടെ പോലെയോ വാട്ടർ ബ്രീത്തിങ് അത്ര നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് ഹിനോഗാമി കാഗുറയാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ളത്. പിന്നീട് ടാഞ്ചറോ ഇനോസ്കി സെനിറ്റ്സോ അവരെല്ലാവരും ട്രെയിൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇനോസ്കിയും സെനിറ്റ്സോയും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തു നിന്നും ഹിനോഗാമി കാഗുറ എങ്ങനെയൊരു നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടാഞ്ചറോ. അവനെ കൊണ്ട് ഫസ്റ്റ് ഫോം അതായത് ഹിനോഗാമി കാഗുറ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ സെക്കൻഡ് ഫോം ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യുന്ന സമയത്ത് അവന്റെ വയറ് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. ആ വേദന കൊണ്ട് അവൻ നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് ഇനോസ്കി ഏയ് ടാഞ്ചറോ എന്ത് പറ്റി, നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന സെനിറ്റ്സോ ഒന്നും മിണ്ടാണ്ടിരിക്കണം നിന്റെ ആ വായം വെച്ച്. ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വന്ന് കോമഡി കാണിക്കുന്ന ഒരാൾ എല്ലാ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലും കാണും. എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലും അങ്ങനെ ഒരാളുണ്ട്, വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഹിനോഗാമി കാഗുറ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഡി സ്ട്രെങ്ത് അല്ല നമ്മുടെ ടാഞ്ചറോക്കുള്ളത്, അതുകൊണ്ട് തന്നെ ടാഞ്ചറോക്ക് അത് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ടാഞ്ചറോ ഇപ്പോൾ വിചാരിക്കുകയാണ് ഇത്രയും നാൾ ഞാൻ ട്രെയിനിങ് ചെയ്തത് അതിനു വേണ്ടിയാണ്, എനിക്കിപ്പോൾ അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ, കാരണം എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് പറ്റുള്ളടാ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ ഹിനോഗാമി കാഗുറ യൂസ് ചെയ്ത് ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കണ്ട ആ ഡീമൺ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി പവർ ഇവനിക്ക് കൂടിയോ, ഇവന്റെ സോർട്സ്മാൻഷിപ്പും മാറിയിട്ടുണ്ടല്ലോ എന്നാ ഡീമൺ ചിന്തിക്കുന്നു. അങ്ങനെ വീണ്ടും ഹിനോഗാമി കാഗുറയുടെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്ത് ടാഞ്ചറോ ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ആ ഡീമൺ എന്നെ കൊല്ലാൻ ഇതൊന്നും പോരാന്ന് പറഞ്ഞ് ആ ഡീമന്റെ ബെൽറ്റ് യൂസ് ചെയ്ത് ടാഞ്ചറോയെ അറ്റാക്ക് ചെയ്യുന്നു. ടാഞ്ചറോയുടെ കഴുത്തിലൂടെ ആ ബെൽറ്റ് അങ്ങ് കയറി ഇറങ്ങുന്നു. എന്നാൽ ഇതേ സമയം ടാഞ്ചറോ അവിടെ നിന്നും ഇൻവിസിബിൾ ആയിട്ട് മാറുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ അവനോടെ പോയി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ. ഇതേ സമയം തന്നെ പുറകിൽ നിന്നും ഹിനോഗാമി കാഗുറ ഫേക്ക് റെയിൻബോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഹിനോഗാമി കാഗുറയുടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ടാഞ്ചറോ ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം തന്നെ ടാഞ്ചറോക്ക് ആ ഡീമന്റെ ഓപ്പണിംഗ് ത്രെഡ് കാണുന്നു, തല വെട്ടാനുള്ള ആ സാധനം. പക്ഷേ ആ ഡീമൺ ടാഞ്ചറോയെ നോക്കി പറയുന്നു നീ ഒരുപാട് സ്ലോ ആണ് മോനെ, എന്റെ അത്ര ആവാൻ നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ആ ഡീമന്റെ ബെൽറ്റ് യൂസ് ചെയ്ത് ടാഞ്ചറോയെ അടിച്ചു തെറിപ്പിക്കുന്നു. ഫോൾ ഇൻ ഡിഫൻസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ടാഞ്ചറോക്ക് ഒന്നും തന്നെ പറ്റാതെ അപ്പുറത്ത് ദൂരെ പോയി വീഴുന്നുണ്ടെങ്കിലും ഹിനോഗാമി കാഗുറ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടാഞ്ചറോക്ക് ഇപ്പൊ നല്ല രീതിക്ക് ബ്രീത്തിങ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ ശരീരം ആകെ തന്നെ തളർന്നിരിക്കുകയാണ്, അവനെ കൊണ്ട് അവന്റെ സോഡ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കിയ ആ ഡീമൺ ടാഞ്ചറോ ഇപ്പൊ കൊല്ലാൻ പറ്റിയ അവസരമാണെന്ന് പറഞ്ഞ് ആ ഡീമന്റെ ശക്തി ഉപയോഗിച്ച് ആ ടാഞ്ചറോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തൊട്ടില്ലെന്ന് പറഞ്ഞ് ടാഞ്ചറോ പെട്ടെന്ന് തന്നെ തന്റെ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ആ വാൾ കയ്യിലെടുത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു.
മാറുന്നു. അങ്ങനെ വീണ്ടും ആ ഡീമൺ ടാൻജറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ടാൻജറോ സാധാ പോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആ അടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടാൻജറോക്ക് വീണ്ടും ആ ഡീമന്റെ ഓപ്പണിംഗ് ത്രെഡ് കാണുന്നുണ്ട്, തല വെട്ടാനുള്ള സാധനം. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കട്ടായി പോകുന്നുണ്ട്. കാരണം ആ ഡീമന്റെ ബെൽറ്റ് അതിന്റെ ഇടയിൽ കയറി വരുന്നത് കൊണ്ടാണ് അത് കട്ടാവുന്നത്. ഇത് മനസ്സിലാക്കിയ ടാൻജറോ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ബോഡി ടെമ്പറേച്ചർ റേസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹേയ് ടാൻജറോ, നിനക്ക് ഫീവർ വന്നെന്നാണ് തോന്നുന്നത്. 2 ദിവസമായിട്ടും നിനക്ക് നല്ല രീതിക്ക് പനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഷിനുബോയോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ആ കുട്ടി ടാൻജറോയോട് പറയുന്നു. ഇത് കേട്ട് ടാൻജറോ, ദയവ് ചെയ്ത് നീ ഇത് ഷിനുബോയോട് പറയരുത്. ഞാനിപ്പോൾ ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് എന്റെ ബോഡി ടെമ്പറേച്ചർ ഹൈയിൽ കൊണ്ടുവരണം. എന്നാലേ എനിക്ക് എന്റെ ഫുൾ ടെക്നിക്ക് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ഇത് കേട്ട ആ കുട്ടി, നിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രിക്ക് മുകളിലാണ്. ഇത് കുറയുന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നീ എന്നെ വിശ്വസിക്കേ, എന്റെ ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിനുബോയോട് ഇതൊരിക്കലും പറയരുത് പ്ലീസ് എന്ന് ടാൻജറോ ആ കുട്ടിയോട് പറയുന്നു. ഇത് കേട്ട് കുട്ടി, ഓക്കെ ഞാൻ പറയുന്നില്ല, നീ നിന്റെ ശരീരം വളരെ നന്നായിട്ട് എന്നെ നോക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടി ടാൻജറോട് പറയുന്നു. വീണ്ടും പ്രസന്റ് തന്നെയാണ് കാണിക്കുന്നത്. ഹിനോഗാമി കാഗുറ വളരെ നന്നായിട്ട് എന്നെ യൂസ് ചെയ്യണമെങ്കിൽ എന്റെ ബോഡി ടെമ്പറേച്ചർ കൂട്ടിയേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് കുറച്ചുകൂടി പവർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ടാൻജറോ അവന്റെ ബോഡി ടെമ്പറേച്ചർ എല്ലാം റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൺ, നിന്റെ ശരീരമൊക്കെ ആകെ വേർത്ത് കുളിച്ച് നീ ആകെ ഇല്ലാണ്ടായെന്ന് തോന്നുന്നു, എന്തായാലും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ഡീമൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാൻജറോ, ഈ ഡീമണെ ഞാൻ കൊന്നേ പറ്റുള്ളൂ. എന്റെ ഫാമിലി മരിച്ചതുപോലെ, എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചതുപോലെ ഇനി ആരെയും ഞാൻ മരിക്കാൻ അനുവദിക്കരുത്. എനിക്ക് തീർച്ചയായിട്ടും ഇവളെ കൊന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ടാൻജറോ സൺ ബ്രീത്തിങ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓടിപ്പോയി വളരെ സ്പീഡിൽ തന്നെ ആ ഡീമന്റെ കഴുത്ത് ഇപ്പൊ വെട്ടുവിടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ ഇനോസ്കി അവന്റെ കോസ്റ്റ്യൂം എല്ലാം ഇട്ടത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ എല്ലാവരോടും വന്ന് പറയാണ്, നമ്മുടെ വീട്ടില് പന്നിയുടെ പോലെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുണ്ട്, ഒരു മോൺസ്റ്റർ ഉണ്ട്, എന്തായാലും അവൾ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ ലേഡി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് അവരെല്ലാവരും നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ ഇനോസ്കി അങ്ങോട്ട് വരുന്നു. ഇത് കണ്ട് അവരെല്ലാവരും പേടിച്ച് അയ്യമ്മച്ചേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ച് ഓടുന്നു. എന്നാൽ ഇനോസ്കി ഓടി വന്ന്, ഓ ഇവിടെയാണല്ലേ ആ ഡീമൺ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ് അവിടെ ഒരു കുഴി കുത്തുവാണ്. അങ്ങനെ ആ കുഴിയിലോട്ട് ചാടാൻ വേണ്ടി ഇനോസ്കി ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ തല മാത്രം അതിന്റെ അകത്തോട്ട് പോകുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ ഇനോസ്കി, ഓ ഞാൻ ആരാ, കാടിന്റെ ദൈവം, എന്നെ കൊണ്ട് ഈ കുഴിയിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ലേ, എന്റെ തല മാത്രം അകത്തോട്ട് പോയാൽ മതി, ബാക്കി ശരീരമൊക്കെ പുറകെ വന്നോളൂ എന്ന് പറഞ്ഞ് അവന്റെ ശരീരം മൊത്തമായിട്ട് തന്നെ ഫ്ലെക്സിബിൾ ആക്കുവാണ്. അങ്ങനെ ഇനോസ്കി ഒരു പാമ്പ് പോലെ ആ ചെറിയ ഓട്ടയുടെ അകത്തൂടെ നുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന്റെ അപ്പുറത്തുള്ള വഴിയിലൂടെ ഇനോസ്കി പുറത്തോട്ട് വരുന്നു. നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാടധികം ബെൽറ്റൊക്കെ ഉണ്ട്. ഇനോസ്കിക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇനോസ്കി അവിടെ മൊത്തം നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ബെൽറ്റിലും മനുഷ്യരുടെ തലയും കുടലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ മനുഷ്യരുടെ പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്ന സമയത്ത് ഇനോസ്കിക്ക് മനസ്സിലാവുന്നു ഇതെല്ലാം യഥാർത്ഥ മനുഷ്യർ തന്നെയാണെന്ന്. അങ്ങനെ ഇനോസ്കി താഴോട്ട് നോക്കുന്നു. അവിടെ ഒരുപാടധികം മനുഷ്യരുടെ സ്കെൽട്ടൺസ് കിടക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ജെനിറ്റ് സോയി ഇരിക്കുന്നുണ്ട്. ഇവനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പുറകിൽ നിന്നൊരു ശബ്ദം. നോക്കുന്ന സമയത്ത് അതൊരു ബെൽറ്റ് ആയിരുന്നു. ആ ബെൽറ്റിന് കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്. അതിപ്പോ ഇനോസ്കിയോട് സംസാരിക്കുന്നു. ഇത് കണ്ട് ടെൻഷനായി ഇനോസ്കി, ഈ ബെൽറ്റ് സംസാരിക്കുന്നോ, ഇതിന് കണ്ണൊക്കെ ഉണ്ടല്ലോ, ഇത്രയും വൃത്തികെട്ട ബെൽറ്റിന് എവിടുന്നാണ് ജീവൻ വന്നതെന്ന് പറയുമ്പോൾ ആരാടാ വൃത്തികെട്ടവളെന്ന് പറഞ്ഞ് ആ ബെൽറ്റ് ഇനോസ്കിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇനോസ്കി ആരമോൻ അവരെ വെറുതെ വിടുവോ, വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ആ ബെൽറ്റ് എല്ലാം തന്നെ വെട്ടുന്നുണ്ട്. ഇത് കണ്ട ആ ഡിമൺ പറയുന്നു, ഈ പയ്യന്റെ സെൻസേഴ്സ് ഒക്കെ വളരെയധികം ഷാർപ്പാണ്, അതുകൊണ്ട് തന്നെ എന്റെ ബെൽറ്റിനകത്തുള്ള ഓരോ മനുഷ്യരെയും വളരെ കൃത്യമായിട്ടാണ് അവൻ വെട്ടിയെടുക്കുന്നത്. സത്യത്തിൽ ഇവന്റെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ അടിപൊളിയാണെന്ന് ആ ബെൽറ്റ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ബെൽറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 2 കണ്ണ് വരുന്നത്. നോക്കുന്ന സമയത്ത് അത് ആ ഡീമന്റെ കണ്ണായിരുന്നു. ആ ഡീമൺ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ആ ഡീമൺ പറയുന്നു, ഇവിടെയുള്ള എല്ലാവരെയും നീ കൊന്നു തിന്നോ, പക്ഷേ ഭയങ്കര ഭംഗിയുള്ള ഒരു 10 പേരെ മാത്രം എനിക്ക് വേണ്ടി അവിടെ മാറ്റിവെക്ക്. പിന്നെ ആ പന്നി തലേൻ, അവനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അവനെ എനിക്ക് വേണ്ടി അവിടെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് ആ ഡീമൺ പറയുന്നു. അങ്ങനെ ഇനോസ്കി ആ ബെൽറ്റ് വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ അത് ഇനോസ്കി കൊണ്ട് വെട്ടാൻ സാധിക്കുന്നില്ല. അതാണെങ്കിൽ ആകെ കുഴഞ്ഞി മറിഞ്ഞിരിക്കുവാണ് ആ ബെൽറ്റ്. അതുകൊണ്ട് തന്നെ ഇനോസ്കിക്ക് അത് വെട്ടാൻ സാധിക്കുന്നില്ല. ഇനോസ്കിയെ ആ ബെൽറ്റ് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇനോസ്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ഇനോസ്കി വാൾ ഉപയോഗിച്ചിട്ട് വെട്ടാൻ പറ്റില്ലായിരിക്കും, ഒരു പക്ഷേ കത്രിക ഉപയോഗിച്ച് വെട്ടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ വാള് കത്രിക പോലെ ആക്കി മാറ്റി അവനിപ്പോ ആ ബെൽറ്റ് വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം ആ ബെൽറ്റ് പറയുന്നു, ഒരിക്കലും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല, എന്റെ അറ്റാക്കിൽ നിന്നും നീ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ നീ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കാണിക്കുന്നു. നോക്കുന്ന സമയത്ത് ആ ബെൽറ്റ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ടെൻഷനായ ഇനോസ്കി അവരെ എനിക്ക് രക്ഷിച്ചാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ ബെൽറ്റിനെ അവിടെ വെറുതെ വിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കുറച്ച് നിഞ്ച ബ്ലേഡ്സ് ഒക്കെ വന്ന് ആ ബെൽറ്റിനെ അവിടെ തടഞ്ഞു നിർത്തുവാണ്. നോക്കുന്ന സമയത്ത് ഇനോസ്കി ഇതിനു മുൻപ് ആ ബെൽറ്റ് വെട്ടിയിരുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ടെൻകന്റെ 2 ഭാര്യമാർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ നിഞ്ച ബ്ലേഡ്സ് ഉപയോഗിച്ച് ആ ബെൽറ്റിനെ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ
ഞങ്ങളിത് നോക്കിക്കോളാം, നീ ബാക്കി ആ ബെൽറ്റിനകത്തുള്ള ആൾക്കാരെ കൂടി രക്ഷിക്കെന്ന് ഇനോസ്കിയോട് ആ നിഞ്ചാസ് പറയുവാണ്. ഇത് കേട്ട ടെൻകന്റെ ഭാര്യയായിട്ടുള്ള സൂമ പറയുന്നു, എനിക്ക് അത്രയൊന്നും ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, നീ വെറുതെ എന്നെ വിശ്വസിക്കരുതെന്ന്. എന്നാൽ ഇത് കേട്ട് ടെൻഷനായ മാക്കി ഓടി വന്ന് സൂമയുടെ മണ്ടക്കിട്ടൊന്ന് കൊടുത്തിട്ട് പറയാണ്, നീ ആദ്യം നിന്റെ വിശ്വാസം കളയരുത്, നീ ആദ്യം നിന്നെ തന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞ് സൂമയോട് പറയുന്നു. ഇത് കേട്ട് സൂമ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് തീരെ വിശ്വാസമില്ലെന്ന് പറയുന്നു. നമ്മുടെ ജെനിറ്റ്സോടെ ഒരു ലേഡി വേർഷനാണ് ഈ സൂമ. ഇതേ സമയം ഇവിടെ എന്ത് തേങ്ങയാണ് നടക്കണമെന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് ഇനോസ്കി. അപ്പൊ തന്നെ ഇനോസ്കിയുടെ പുറകിൽ നിന്നും ആ ബെൽറ്റ് സംസാരിക്കുന്നു. ഹേയ് മോനുസേ, നീ വളരെയധികം പവർഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ നിന്റെ കൂടെ വന്ന ആൾക്കാർ അത്രയ്ക്കങ്ങ് പോരാ, അവർ ശരിക്കും മണ്ടന്മാരാണെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇനോസ്കിയുടെ അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. തണ്ടർ ബ്രീത്തിങ്, ഫാസ്റ്റ് ഫോം, തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ് എന്ന് പറഞ്ഞ് ഒറ്റ സെക്കൻഡിൽ തന്നെ ആ ബെൽറ്റ് എല്ലാം തന്നെ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഇനോസ്കി ടെൻഷനായിട്ട് ഇവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ പവേഴ്സ് ഒക്കെ വരുന്നത്, ഇവൻ ഇനി ഉറങ്ങി തന്നെ ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നു. ഇതേ സമയം തന്നെ ഓ മസിൽ, ഓ മസിൽ, ആ മസിൽ 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 എന്നും പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന എലികളെ കാണിക്കുന്നു. അവരാണ് ജെനിറ്റ്സോടെ സ്വോർഡും നിഞ്ച ബ്ലേഡും കൊണ്ടുവന്ന് കൊടുത്തത്. ഇതേ സമയം ആ ബെൽറ്റ് ചിന്തിക്കുകയാണ്, ആ മഞ്ഞക്കുട്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തണ്ടറിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, പക്ഷേ അതെന്താ ഡബിൾ ആയിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് മോളിൽ നിന്നും ആരോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട് ടെൻഷൻ ആവുകയാണ് ആ ബെൽറ്റ്. ഇങ്ങോട്ട് എങ്ങനെയാണ് ഇപ്പൊ കാറ്റ് വരുന്നത്? നമ്മൾ ഒരുപാട് അധികം അണ്ടർഗ്രൗണ്ടിലാണല്ലോ ഇരിക്കുന്നത്, ഇവിടെ എങ്ങനെ ഒരു ഓട്ട വന്നേ? ഇത്രയും ആഴത്തിൽ ആരാടാ കുഴി കുഴിച്ചെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ മൊത്തം ഇപ്പോൾ പൊടിപടലങ്ങൾ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആരാടാ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ പൊടിപടലത്തിലോട്ട് നോക്കുന്ന സമയത്താണ് അത് വേറെ ആരും വരുന്നില്ല, നമ്മുടെ ടെൻഗൺ ന്യൂസി ആയിരുന്നു. പുള്ളിക്കാരൻ വന്ന ഉടനെ തന്നെ ഒരേ ഒരു സെക്കൻഡിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ ബെൽസും അങ്ങ് മുറിച്ച് അതിലുള്ള ആൾക്കാരെ മൊത്തമായിട്ട് രക്ഷിക്കുന്നു. എന്ന് ഇതൊക്കെ കണ്ട് ടെൻഗന്റെ രണ്ട് ഭാര്യമാരും വളരെയധികം ഇംപ്രസ് ആയിട്ട് ടെൻഗനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വരാൻ കുറച്ചധികം ലൈറ്റായി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ടെൻഗൻ ഭാര്യമാരോട് ചോദിക്കുന്നു. ഇതേ സമയമാണ് മാക്കിയോ ഒരു കാര്യം ആലോചിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതിൽ മാക്കിയോ എല്ലാവരും നിഞ്ചാസ് ആയിരുന്നു. അവർക്കൊന്നും മരിക്കുന്നതിൽ തീരെ തന്നെ പേടിയുണ്ടായിരുന്നില്ല, കാരണം അവരെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു കുണുവീഴ്ച ആയതുകൊണ്ട് ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ, ഞങ്ങൾ അവരുടെ അത്ര പോലും എത്തില്ല. ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് തന്ന മിഷൻ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ടെൻഗൺ വന്നതോടുകൂടി അതെല്ലാം തന്നെ മാറി. നിങ്ങൾ നിഞ്ച അസാസിനായിരിക്കും, പക്ഷെ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. നിങ്ങളുടെ മിഷൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്, ഇതിനൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും നിങ്ങൾ ഒരു മിഷന് പോയാൽ തീർച്ചയായിട്ടും ജീവനോടെ തന്നെ തിരിച്ചു വരണം. നമ്മൾ നമ്മുടെ മിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജീവന് കൊടുത്താൽ നമുക്ക് നമ്മുടെ മിഷനിൽ സക്സസ് ആവാൻ പറ്റുമോ എന്ന് മാക്കിയോ ചോദിക്കുന്നു. അതിനെപ്പറ്റി എനിക്കറിയില്ല, ടെൻഗൻ പറഞ്ഞതും ശരിയാണ്. നമ്മളുടെ മിഷനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആ ലേഡിയും പറയുന്നു. പിന്നീട് വീണ്ടും പ്രസന്റിലോട്ട് തന്നെ വരുന്നു. നമ്മുടെ മാക്കിയോ, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെൻഗൻ അവരുടെ രണ്ടുപേരുടെയും തലയിൽ കഴിവെച്ചുകൊണ്ട്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യമാരാണ്, നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മാത്രമല്ല നിങ്ങൾ വളരെയധികം ശക്തിശാലിയാണെന്ന് നിങ്ങൾ തെളിയിച്ചു എന്നും കൂടി ടെൻഗൻ പറയുന്നു. ഇത് കേട്ട് മാക്കിയോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ടെൻഗൻ, എന്തുപറ്റി, പേടിച്ചു പോയോ? ഇതൊക്കെ അപ്പുറം റൊമ്പ ഭയങ്കരമാർക്കും എന്നും പറഞ്ഞ് മാസായിട്ട് നിൽക്കുകയാണ്. അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിൻ്റെ സീസൺ 2 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗായ്സ്, ഇനി അങ്ങോട്ട് അടിയോടടിയാണ്, വാ തുറന്ന അടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സീൻസ് കാണാൻ പറ്റുള്ളൂ. സോ ഫോളോ ചെയ്യൂ. പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സോ ഗൈസ്, സബ്സ്ക്രൈബ്, വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ ഗോയ്സ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.